പ്ലീഡർ നിയമന വിവാദത്തിൽ കെഎസ്യുവിനുള്ളിൽ ഗ്രൂപ്പ് പോരിക്കണക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെതിരെ എറണാകുളം ജില്ലാ കമ്മിറ്റി പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ അനുവദിക്കില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ നമ്മളോടൊപ്പം ചേർന്നു. നമസ്കാരം കൃഷ്ണലാൽ. നമസ്കാരം. ഒരു ജനാധിപത്യ സർക്കാരിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളോടോ സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനകളോടോ കൂടിയാലോചിക്കാതെ വി.ഡി. സതീശൻ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. സ്വന്തം വിദ്യാർത്ഥി സംഘടനയായ കെ.എസ്.യു ഉന്നയിച്ച ആക്ഷേപത്തെ ചർച്ചയ്ക്ക് പോലും വകവെക്കാതെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രിയുടെ ഈ ഒരു തീരുമാനം ഒരു ഏകാധിപത്യപരമായിട്ടുള്ളതാണോ? ഈ വിവാദം അനാവശ്യമായിട്ടുള്ള വിവാദമാണ്. ഈ വിവാദത്തിനെല്ലാം മുഖ്യമന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിലും മറുപടി പറഞ്ഞാണ്. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് കെ.പി.സി.സിക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടോ ആർക്കും പരാതി നൽകിയിട്ടില്ല. ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലും പരസ്യമായി പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്തത്. അത് തന്നെ പാർട്ടിക്കും സംഘടനക്കും ദോഷകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ വിഷയത്തിന്മേൽ പരാതി ഉണ്ടെങ്കിൽ അത് പരാതിയായിട്ട് നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിനെ കണ്ട് ഉന്നയിക്കേണ്ടതായിരുന്നു. ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. കെ.പി.സി.സിക്ക് ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഗവൺമെന്റ് പീഡന നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച രണ്ടുപേര് ടി.എസ്. ശരത് എന്ന് പറയുന്ന മുൻ ABP പ്രവർത്തനാണെന്ന് ഇവർ പറയുന്ന ആളും ജിയോണ ജെയിംസ് എന്ന് പറയുന്ന മുൻ SFI പ്രവർത്തകരുടെയും പേരിലാണ് ഈ ആരോപണം. ടി.എസ്. ശരത് കഴിഞ്ഞ 10-12 കൊല്ലക്കാലമായി കോൺഗ്രസിന്റെ ആശയം പിന്തുടർന്ന കെ.എസ്.യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം കെ.എസ്.യുവിന്റെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളടക്കം കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അടക്കം കേസുകൾ നിരന്തരമായി പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ്. അയാൾ എങ്ങനെയാണ് സംഘപരിവാർ കാരനാവുന്നത്? യൂത്ത് കോൺഗ്രസിലെ മെമ്പർഷിപ്പ് ഉള്ള യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 150ഓളം വോട്ട് ചേർത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കേസുകളിൽ നിരന്തരം ഹാജരാകുന്ന ടി.എസ്. ശരത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഈ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, വക്കീലന്മാരുടെ. ആ സംഘടനയിൽ 2018 മുതൽ സജീവ പ്രവർത്തനാണ്. അത് ആക്ടിവിസ്റ്റും കൂടിയാണ്. ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അയാളാണ് നിയമിച്ചാക്കുന്നത്. അപ്പൊ മുൻകാലങ്ങളിലെ ചരിത്രം SFI 2019 വരെയും ജിയോണ ജെയിംസ് SFI പ്രവർത്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ലോയേഴ്സ് കോൺഗ്രസിൽ അംഗത്വമുള്ള ആളാണ്. ഇവർ രണ്ടുപേരുടെയും പേര് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ലോയേഴ്സ് കോൺഗ്രസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഗവൺമെന്റ് ലീഡറായി വന്നിരിക്കുന്നത്. അവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായി വർഷങ്ങളായി നിൽക്കുന്നവരാണ്. മുൻകാലങ്ങളിൽ അവർ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, അത് വെച്ചിട്ട് മുൻകാലങ്ങളിലെ രാഷ്ട്രീയം വെച്ച് ഇപ്പൊ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെയും BJP-ന്റെയും കോൺഗ്രസായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകി അവരെല്ലാം മത്സരിച്ച്. അന്നൊന്നും ആരും പ്രതികരിച്ചില്ലല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരും കെ.എസ്.യുക്കാരും അവസരമുള്ളന്ന് നഷ്ടപ്പെട്ടത്. അന്ന് ആരും പ്രതികരിച്ചില്ല. അപ്പൊ ഇത് പാർട്ടിക്കകത്ത് ഉന്നയിക്കേണ്ട വിഷയം നവമാധ്യമങ്ങളിലൂടെ പുറത്തുന്നയിച്ച് സർക്കാരിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്നത് അതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നാണ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഈ പാർട്ടിയിൽ ഇത് ഉന്നയിക്കാതെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടത് വലിയ രീതിയിൽ തന്നെ വ്രണപ്പെടുത്തിയോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് കളി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് പാർട്ടിക്കകത്ത് ഉന്നയിക്കേണ്ട ഒരു വിഷയം നവമാധ്യമങ്ങളിലൂടെ നിരന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് അരിയാഹാരം കഴിക്കുന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പരാതി ഉയർത്തിയാൽ പോരെ. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലീഡർ നിയമനത്തിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കെ.എസ്.യുവിന് വലിയ അതൃപ്തി തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കെ.എസ്.യുവിന്റെ പേരിലല്ല അതൃപ്തി. ചില വ്യക്തികൾക്ക് കെ.എസ്.യുവിന്റെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ചില വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും നിഗൂഢമായ താല്പര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം. അങ്ങ് പറയുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്ന് കെ.എസ്.യുവിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെയാണോ ലഭിക്കുന്നത്? എന്താണ് അതിൽ സംശയം? എന്താണ്? വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോ തൊട്ട് മുതൽ കോൺഗ്രസിനെ അകമഴിഞ്ഞ് പിന്തുണക്കുന്ന ഒരാളാണ്. ഇന്നും കെ.എസ്.യുക്കാര അല്ലെങ്കിൽ കെ.എസ്.യുവിന്റെ പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതിലൊരു തർക്കമില്ലല്ലോ. ഞങ്ങളൊക്കെ ആ വാത്സല്യവും സ്നേഹമൊക്കെ അനുഭവിച്ച് ആ സംരക്ഷണമൊക്കെ അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ.
ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്ലീഡർ നിയമനത്തില് വലിയ വിവാദം കത്തി നിൽക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ നിലവിലൊരു വിവാദത്തിന്റെ സാഹചര്യമില്ല. ബോധപൂർവം ഒന്നോ രണ്ടോ പേര് മാധ്യമം ഫേസ്ബുക്കിൽ എഴുതി വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ വിവാദത്തിനെല്ലാമുള്ള മറുപടി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു. കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയം നോക്കി ഇപ്പൊ കോൺഗ്രസിലുള്ള ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റൂല. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല, ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് എക്കാലങ്ങളിലും. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാണ്ട് നമുക്ക് അവർ ഒഴിവാക്കാൻ വേണ്ടി പറ്റൂല. അവര് മുൻകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് വർഷങ്ങളായി നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളല്ലേ. അവരെ ചേർത്ത് പിടിക്കുന്നല്ലേ പാർട്ടി നിലപാട്. അതാണല്ലോ പാർട്ടി ഇത്ര നാൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഈ പ്ലീഡർ നിയമന വിഷയം വരുന്നത്. അപ്പം മുഖ്യമന്ത്രി ആ ഒരു തീരുമാനത്തിൽ എടുത്തപ്പോൾ ചേർത്ത് നിർത്തിയിരുന്നില്ലേ? കാരണം ഈ ഒരു പ്രശ്നം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വഴി വലിയ ചർച്ചയാവുന്നു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 2-3 പേര് ഈ ഒരു വിഷയം ഉന്നയിക്കുന്നു. ഒരുപക്ഷെ ഇത് വേറെ പാർട്ടി പരിശോധിച്ച് മുഖ്യമന്ത്രി അടക്കം പരിശോധിച്ച് ലോയേഴ്സ് കോൺഗ്രസിന്റെ അംഗത്വമുള്ളവരാണ് നൽകിയിരിക്കുന്നത്. അവരെല്ലാം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. കേസുകാരുടെ കേസ് വാദിക്കുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കുറെ വർഷങ്ങളായി കോൺഗ്രസിനോടൊപ്പം പോകുന്ന ആളുകളാണ്. അത് മുഖ്യമന്ത്രി തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളിന്ന് ഞങ്ങളുടെ കേസുകാരിൽ നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അംഗത്വമുള്ള പേപ്പർ വരെയും ഉയർത്തി കാണിച്ച് നമുക്ക് വേണ്ടി കേസുകാർക്ക് വേണ്ടി വാദിച്ചാക്കുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് അടക്കം പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം ഇത്ര വലുതാക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം അവസാനിച്ച വിഷയമാണത്. ഈ അലോഷ്യസ് സേവ്യർ എടുത്ത നിലപാടിനെ താങ്കൾ പരസ്യമായിട്ട് തള്ളി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അലോഷി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നത്? നമുക്കതിന്റെ ക്ലാരിറ്റി കിട്ടി. നമുക്ക് അതിന്റെ കാര്യം ഗൗരവങ്ങൾ മനസ്സിലായി. ഉന്നയിക്കുന്ന ആരോപണത്തിന് കാമ്പില്ല, കഴമ്പില്ല. അത് നവമാധ്യമങ്ങളിൽ കൂടെ അല്ല ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്. അത് പാർട്ടി ഫോറത്തിൽ പരാതി കൊടുക്കണം. അതാണ് അതിന്റെ രീതി. അതൊന്നും കൊടുത്തിട്ടില്ല. ഒന്നും കൊടുക്കാണ്ട് പിന്നെ ഈ പറയുന്ന വ്യക്തികൾ വ്യക്തികളാണ്. അവരുടെ മുൻകാല രാഷ്ട്രീയം പരിശോധിച്ച് നിലപാടില്ല. അതാണ് കോൺഗ്രസ് പാർട്ടി കാലം നിലപാട്. വ്യക്തിപരമായ എന്റെ നിലപാട് അത് തന്നെയാണ്. കേസ് വിലാപസ് എന്നുള്ള നിലക്ക് ഇപ്പൊ KSUവിനകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു പരാതി വന്നിട്ടില്ല. മുഖ്യമന്ത്രി എടുത്ത തീരുമാനം 100% ശരിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെ? അതെ, ഈ 2 കേസിനും മുഖ്യമന്ത്രിയുടെ നിലപാട് 100% ശരിയാണ്. പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുൻകാല കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള കോൺഗ്രസിന്റെ വിവിധ പോസ്റ്റുകളിൽ ഇരിക്കുന്ന വന്നിട്ടുണ്ടല്ലോ. ഇത് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിനിടയിലും അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കിടയിലും ഒക്കെ അണികൾക്കിടയിലൊക്കെ വലിയ ചർച്ചയായിട്ട് ഒരു വിള്ളൽ വീഴാൻ സാധ്യതയുണ്ടോ? ഒരു വിള്ളൽ വീഴാനുള്ള സാധ്യതയില്ല. അത് ക്ലിയർ ആയ സംഭവമാണ്. മുഖ്യമന്ത്രി തന്നെ അത് വിശദീകരിച്ച് അതിന്റെ കാര്യഗൗരവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വഴി കൂടെ പോണവരെല്ലാം ഇത് പിടിച്ചു കൊടുത്താക്കുന്നത്. പാർട്ടിയായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ അംഗത്വമുള്ളവർ കോൺഗ്രസുമായി വർഷങ്ങളായി സഹകരിച്ചു പോകുന്ന ആളുകളാണല്ലോ ഇതിൽ വന്നാക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണല്ലോ വന്നാക്കുന്നത്. എന്തായാലും നന്ദി കൃഷ്ണലാൽ നമ്മളോടൊപ്പം ചേർന്നതിൽ. ഓക്കെ, താങ്ക് യു. എന്തായാലും പ്ലീഡർ നിയമന വിഷയത്തിൽ വലിയ പരസ്യ പോര് തന്നെ നടക്കുകയാണ്. ഈ ഒരു പോരിനിടയിലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദം ഇപ്പോൾ ഈ ഒരു പ്ലീഡർ നിയമനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്.